പുറക്കാമല ഖനനത്തിനെതിരായി നടക്കുന്ന പൊതുജന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ പോയത്. ആ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയല്ല ഞാൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് തീരുമാനിച്ചത്. ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മാധ്യമപ്രവർത്തകർക്ക് പോലും ഓടിക്കയറി വാർത്തകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ പരിമിതികളുള്ള ഒരിടമാണ്. എന്നാൽ അവിടെ വളരെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. ജയിലിൽ പോകേണ്ടി വന്ന മാധ്യമപ്രവർത്തകനായിരുന്ന PA കേശവൻ നായർ, മാതൃഭൂമി കേശവൻ നായർ എന്നറിയപ്പെടുന്ന കേശവൻ നായർ, അദ്ദേഹത്തിന്റെ ജയിലിൽ വെച്ച് രഹസ്യമായി അഴികൾക്കുള്ളിൽ എന്ന പുസ്തകത്തിൽ കുറെ കാര്യങ്ങൾ ജയിലുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങളേറെ കഴിഞ്ഞു. 30 വർഷം മുമ്പ് MP വീരേന്ദ്രകുമാർ, CK നാണു എന്നിവരോടൊപ്പം കോഴിക്കോട് ജില്ലാ ജയിലിൽ ഞാനും 8 ദിവസം കടന്നിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടും ജയിലിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജയിലിൽ മാറ്റം വരണമെന്ന് പറയുമ്പോൾ അവിടെ AC സൗകര്യം ഉണ്ടാവണമെന്നോ കട്ടിലും കിടക്കയും വേണമെന്നോ ഒന്നല്ല ആവശ്യപ്പെടുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണം, നല്ല ഭക്ഷണമൊക്കെ ജയിലിൽ കിട്ടുന്നുണ്ട്. കോടിയേരിയുടെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അതിന്റെ സംവിധാനങ്ങളാകെ മാറ്റി. ആഴ്ചയിൽ 1 ദിവസം ആട്ടിറച്ചിയുണ്ട്, 2 ദിവസം മത്സ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് അത്യന്താപേക്ഷിതമായ പ്രാഥമിക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോക്ക്, ആ ശൗചാലയങ്ങളുടെ കാര്യത്തിൽ, അവയിൽ വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ച, അത് വളരെ പ്രയാസം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാലത്ത് കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ല. അതിനൊക്കെ ഏറ്റവും പ്രധാനം അവിടുത്തെ എണ്ണം തന്നെയാണ്. ഒരു എവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാലോ. ഇതിന്റെ മാനുവലിൽ മാറ്റം വരണം, കെട്ടിടം നവീകരിക്കണം. സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തടവുകാരാണ്, കുറ്റക്കാരാണ്, കുറ്റവാളികൾ എത്തുന്ന ഇടമാണ്. അതിന്റെ പരിമിതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ സൗകര്യം നിർബന്ധമായി ഉണ്ടാവണം. ആവശ്യമായ ഉൽപ്പായ വേണം. അവർക്ക് നല്ല പ്ലേറ്റുകൾ കൊടുക്കണം. അവർക്ക് ബക്കറ്റ് ഉണ്ടാവണം, പൊട്ടാത്ത ഉപയോഗിക്കാൻ സാധിക്കുന്ന ബക്കറ്റ് ഉണ്ടാവണം. ടോയ്ലറ്റുകളിൽ നിർബന്ധമായി ടാപ്പ് ഉണ്ടാവണം. ഈ റൂമുകളിൽ ഇപ്പൊ 25 പേർ കിടക്കുന്ന റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായ ഒരു സൗകര്യമുണ്ട്. അവിടെ വെള്ളം കൂടി ഇല്ലാതാകുമ്പോൾ 25 ആളുകൾ രാത്രി ഈ യൂറിൻ പാസ് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രയാസങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യത്വരഹിതമായ നടപടികളാണ്. അപ്പൊ ഇത്തരം നടപടികൾ അത് ജയിലിലായാൽ പോലും ഉണ്ടാവരുത്. മനുഷ്യാവകാശ ലംഘനമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലൂടെ, അധികൃതരുടെ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഈ ചെറിയ ഒരു ആവശ്യം എന്ന് സൂചിപ്പിക്കുകയാണ്.